ആലത്തൂരിൽ അഭിഭാഷകനെതിരെ SI അധിക്ഷേപം നടത്തിയ സംഭവത്തിൽ പോലീസിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. ആരോപണ വിധേയനായ SIക്ക് പ്രൊമോഷൻ നൽകി CI ആക്കിയെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. അധികാരമുള്ള ഒരാളോട് ഈ SI ഇങ്ങനെ പെരുമാറുമോ എന്ന് കോടതി. ഇത്തരം സംഭവങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് ഗൗരവത്തോടെ എടുക്കുന്നില്ലെന്ന് DGPയോട് കോടതി ചോദിച്ചു. പോലീസുകാരുടെ പെരുമാറ്റം നന്നാക്കാൻ എത്ര സർക്കുലർ ഇറക്കിയെന്ന് ഹൈക്കോടതിയുടെ വിമർശനം. വിവരങ്ങളുമായി ചേരുന്നത് കൊച്ചിയിൽ നിന്ന് ശ്രീകാന്താണ്. ശ്രീകാന്ത്, അതിരൂക്ഷ വിമർശനമാണ് DGPയോട് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. എത്ര സർക്കുലർ ഇറക്കിയിട്ടും ഈ പോലീസുകാരുടെ പെരുമാറ്റം നന്നാകുന്നില്ലല്ലോ. ഒരു ആയതുകൊണ്ടല്ലേ ഇത്തരത്തിലൊരു പെരുമാറ്റം SIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന ചോദ്യവും കോടതി ഉന്നയിച്ചല്ലോ. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അത്ര സുഖകരമായ ദിവസമായിരുന്നില്ല ഹൈക്കോടതിയിൽ ഉണ്ടായത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് മുൻപാകെയാണ് ഇന്ന് ഈ ഹർജി എത്തിയത്. ഹർജി എത്തിയപ്പോൾ തന്നെ ഹർജിക്കാരൻ ചൂണ്ടിക്കാണിച്ചത് തന്നോട് മോശമായി പെരുമാറി അധിക്ഷേപിച്ച SIക്ക് CI ആയി സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നു. ഈ പോലീസ് സംവിധാനത്തെ ശുദ്ധീകരിക്കുമെന്ന് പറയുമ്പോഴും ഇങ്ങനെയാണോ നിങ്ങൾ ശുദ്ധീകരിക്കുന്നത് എന്നും ഇന്ന് ഈ അഭിഭാഷകന് വേണ്ടി ഹാജരായ ആ വ്യക്തി ഇന്ന് കോടതി മുമ്പാകെ ചോദിക്കുകയുണ്ടായി. പക്ഷേ ഇന്ന് കോടതി രൂക്ഷമായ വിമർശനം അതിനുശേഷം ഇന്ന് നടത്തുകയുണ്ടായി. അത് ഇപ്രകാരമാണ്: 1965 മുതൽ പോലീസുകാരുടെ പെരുമാറ്റം നന്നാക്കാൻ എത്ര സർക്കുലർ ഇറക്കി എന്ന് കോടതി ചോദിച്ചു. ഈ സർക്കുലറിൽ നിന്നും നിങ്ങളുടെ ഉദ്യോഗസ്ഥർ എന്താണ് പഠിച്ചത് എന്നും കോടതി ഇന്ന് ചോദിക്കുകയുണ്ടായി. ഓൺലൈനായി DGP ഹാജരായപ്പോൾ അദ്ദേഹത്തോടാണ് കോടതി ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചത്. ഇത്തരം സംഭവങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് ഗൗരവത്തോടെ കാണുന്നില്ല എന്നും DGPക്ക് നേർക്ക് ചോദ്യങ്ങളുണ്ടായി. അധികാരമുള്ള ഒരാൾക്ക് നേരെയാണ് ഇയാൾ ഇങ്ങനെ ഒരു പെരുമാറ്റം, അധികാരമുള്ള ഒരാൾക്ക് നേരെ ഈ SI ഇങ്ങനെ ഒരു പെരുമാറ്റം നടത്തുമോ എന്നൊരു ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്തുനിന്നും വന്നു. ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകാൻ സർക്കുലർ ഇറക്കി എന്ന് DGP ആവർത്തിച്ചപ്പോൾ ഇത് അവസാനത്തെ സർക്കുലർ ആയിരിക്കണം എന്ന് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആലത്തൂരിലെ ഒരു സംഭവമായി കോടതി ഇതിനെ ചുരുക്കി കാണുന്നില്ല. നേരെ മറിച്ച് പോലീസുകാരുടെ പെരുമാറ്റ ദൂഷ്യത്തെക്കുറിച്ചാണ് കോടതി ഇന്ന് കൂടുതൽ പറഞ്ഞത്. എന്തായാലും ഈ അഭിഭാഷകൻ ഇന്ന് നേരിട്ട് ഈ പോലീസുകാരൻ ഇന്ന് നേരിട്ട് കോടതിയിൽ ഹാജരായി മാപ്പപേക്ഷ നടത്തിയെങ്കിലും കോടതി അത് ചെവിക്കൊണ്ടില്ല, അത് രേഖപ്പെടുത്തുന്നില്ല എന്നാണ് കോടതി പറഞ്ഞത്. ശേഷം ഇയാളെ കോടതിയിൽ നിന്നും പുറത്തു പോകുമ്പോൾ ഹൈക്കോടതി അഭിഭാഷകർ ഉപദ്രവിക്കുമോ എന്ന ഭയത്താൽ ഇയാൾക്ക് എസ്കോർട്ട് നൽകിയാണ് കോടതിയിൽ നിന്നും പുറത്തെത്തിക്കുക പോലും ചെയ്തത്. അത്ര കണ്ട് നാടകീയമായ രംഗങ്ങളാണ് ഈ വിഷയത്തിൽ നിന്ന് കോടതിയിൽ കാണാൻ സാധിച്ചത്. ശരി, ആലത്തൂരിൽ അഭിഭാഷകനെ SI അധിക്ഷേപിച്ച സംഭവത്തിൽ പോലീസ് മേധാവിയോട് കോടതിയുടെ ചോദ്യങ്ങൾ, അതേപോലെ ഈ വിഷയത്തിൽ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വിവരങ്ങൾ നൽകിയത് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന്.